എൻ്റെ പേര് KB ഷാജി കല്ലുമടത്തിൽ. വൈപ്പിൻകരയിലെ ഞാറക്കൽ എന്ന ദേശത്ത് മഞ്ഞനക്കാട് പഞ്ചായത്തിൽ പെട്ട സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ കൊച്ചിൻ നേവൽ ബേസിലെ ഒരു ജീവനക്കാരൻ ആയിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കാണ് കാരണം 2014 റിട്ടയർ ചെയ്ത് അവിടെയൊക്കെയാണ് സോളാറിനെ പറ്റി ഞാൻ കേൾക്കുന്നതും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സോളാർ വെച്ചുകൂടാ എന്നാലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും KCB ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ലിസ്റ്റ് തന്ന് ആ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പല കമ്പനികളായിട്ടും ഇത് ചർച്ച ചെയ്ത് എനിക്ക് തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിലേ സോളാർ രംഗത്തേക്ക് പല കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് 25 years 25 വർഷത്തെ ഒരു ഗ്യാരണ്ടിയിൽ വിടാകുമ്പോഴത്തേക്കും ലോങ് ലൈഫ് നിൽക്കുന്ന കമ്പനി ആയിരിക്കണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് മൂപ്പൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കിട്ടുന്നത്. നോക്കുമ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗം എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ അവസാനം ഞാനാണ് സോളാറിനെ സെലക്ട് ചെയ്യുന്നതും ആ വിധത്തിലാണ് സോളാർ ഇവിടെ അടുപ്പിക്കാൻ ഇടയായതും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ 2023 ജനുവരിയിലാണ് ഇത് ചെയ്തത്. ഇപ്പോൾ 2 വർഷമായിട്ട് നല്ല കണ്ടീഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല അഭിപ്രായമുള്ളത് ഇതിനെപ്പറ്റിയുള്ളത്. 3 KWൻ്റെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സേവിങ്സ് കൂടിയാണിത്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മാക്സിമം ആൾക്കാർ 2000-3000 രൂപ കറണ്ട് ബില്ല് അടക്കുന്നവർ 3 KWയുടെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല ലാഭം ഉണ്ടാക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇൻസ്റ്റാളേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. ഞാൻ എൻ്റെ ചെക്ക് 1,37,000 ചെക്കിൽ വിത്തിൻ 3 ഡേയ്സിനകം ഇവിടെ മെറ്റീരിയൽ വന്നു കഴിഞ്ഞു. ഈ മെറ്റീരിയൽ വന്നാൽ തന്നെ അവരെ ഒരാഴ്ച പറഞ്ഞിരുന്നെങ്കിലും 3-ാമത്തെ ദിവസം മെറ്റീരിയൽ വന്ന് കറക്റ്റ് 7 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം മൺഡേ മോർണിംഗിൽ വന്നിട്ട് എല്ലാ സെക്ഷനിലും ആൾക്കാർ 1 by 1 ആയിട്ട് ഇരുന്നിട്ട് ടക്ക് വൈകുന്നേരം 7 ആയപ്പോഴത്തേക്കും പണി കഴിഞ്ഞു പോയി. പിന്നെ ആകെ നമുക്ക് അല്പം താമസം വന്ന KCB എന്നുള്ള മീറ്റർ ചേഞ്ച് ചെയ്ത് വെക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് മീറ്റർ അവൈലബിൾ ആയതുകൊണ്ട് 15 ദിവസം കാരണം ഒരു എഗ്രിമെൻ്റൊക്കെ എന്ത് വെക്കാണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അതും ശരിയായി വന്ന് 15 ദിവസം മാക്സിമം 1 മാസത്തിനുള്ളിൽ ഫംഗ്ഷനിങ് ആയി. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇപ്പം മിക്കതും ഉണ്ട്. AC ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. പിന്നെ ഗ്യാസിന് കുറേ മെച്ചം കിട്ടിയ ഞങ്ങൾക്ക്. ഇൻഡക്ഷൻ കുക്കർ അത് വെക്കുന്നതുകൊണ്ട് ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തൽക്കാലം ചെറിയ കാര്യങ്ങളൊക്കെ ഗ്യാസ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു സിലിണ്ടറിന് ഇപ്പം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്കുള്ളിൽ സിലിണ്ടർ നിൽപ്പുണ്ട്. കാരണം മാക്സിമം ഇൻഡക്ഷനിലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഇത് കാശും അടക്കേണ്ടി വരില്ല. കാരണം ഇവിടെ അടക്കേണ്ട ആകെ 95 രൂപ ഒരു ഫിക്സഡ് ചാർജ്, പിന്നെ വേറെ മീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 125 രൂപ 135 രൂപയാണ് അടക്കേണ്ടി വരുന്നത്. എൻ്റെ ഫോണിൽ നമുക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് ഡെയിലി എല്ലാ ഇതൊക്കെ കാണാൻ പറ്റും.